പ്രൈസ് ഗോഡ്. കർത്താവിന്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ചിന്തിച്ചു വന്നത് സുവിശേഷീകരണത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അതിമഹത്തായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളായിരുന്നു. അതിൽ 10ഓളം ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. അതെല്ലാം നമ്മൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടാതെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് റിക്വസ്റ്റ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൂടെ ഈ ക്ലാസ് ലഭിക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. കർത്താവിന്റെ വേലയിൽ എങ്ങനെ ആയിരിക്കണം, ആത്മാക്കളെ എങ്ങനെ നേടണം, പുതിയൊരു പ്രവർത്തനം എങ്ങനെ ആരംഭിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പല കമന്റുകൾ എനിക്ക് വാട്സപ്പിൽ വരാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇത് ഞാൻ എടുക്കുന്നത് പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷ പരിശീലനത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ എടുക്കുന്നത്. സുവിശേഷീകരണത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വിജയകരമായ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ പിന്നാലെ വേറെ വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയില് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർ ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി പ്രോഗ്രാമിന്റെ ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടസും ഞാൻ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെയും പങ്കാളിത്തം വഹിക്കാം. ഇന്ന് പുതിയ ബാച്ചിന്റെ ക്ലാസ് ആരംഭിക്കുന്നു. അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് പിന്നാലെ ലഭിക്കുന്നതാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് നാം ആരെന്ന് അറിയുക എന്നുള്ള വിഷയമായിരുന്നു. അത് നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പോകേണ്ട 7 കാര്യങ്ങൾ, നമ്മളിലൂടെ നടക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങൾ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ തള്ളിയിടാനല്ല, താങ്ങേണ്ടതിന് വേണ്ടിയാണ് എന്ന് നാം ചിന്തിച്ചു. മറ്റുള്ളവരെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കാനാണ്, അല്ലാതെ വളരാൻ ആഗ്രഹിക്കുന്നവരുടെ നാമ്പ് നുള്ളിക്കളയാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുവാൻ, സഹായിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ശ്രദ്ധിപ്പാനിടയായി, ഒന്നും ആത്മീയ ജീവിതത്തിൽ നശിപ്പിക്കുവാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രത്യുത നേടുവാൻ, ദൈവത്തിന് വേണ്ടി ചിലത് നേടുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. പ്രത്യുത ആശ്വസിപ്പിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു. മറ്റുള്ളവരെ ഭയപ്പെടുത്തുവാനല്ല, ധൈര്യപ്പെടുത്തുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ശ്രദ്ധിച്ചു. ആരെയും ഒരിക്കലും ശപിക്കുവാനല്ല, അനുഗ്രഹിപ്പാൻ അത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇത്യാദി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം ആഴമായി ശ്രദ്ധിപ്പാനിടയായിത്തീരുന്നു. അത് പ്രാക്ടിക്കൽ മിനിസ്ട്രി 10ാമത്തെ വോളിയത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ പിന്നീട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കേൾക്കാനായിട്ട് കഴിയും. ഇന്ന് നാം ചിന്തിക്കുന്നത് സ്വയം നശിപ്പിക്കുവാനുള്ള സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. സ്വയം നശിപ്പിക്കുവാനുള്ള സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. അപ്പോൾ സാത്താന്റെ തന്ത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിന് മുമ്പായി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചിലർക്കൊരു ചില പേടിയോ ചില പ്രയാസമോ ചിന്തയോ വരുകയോ, ഇനി പിശാച് നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ. സൗരങ്ങളെ, പട്ടാള ക്യാമ്പിനകത്ത് കള്ളം കയറാൻ എളുപ്പമല്ല, സ്തോത്രം. എന്നാൽ കാവൽക്കാരൻ സൂക്ഷ്മതയില്ലാത്തവനാണെങ്കിൽ എന്ത് ചെയ്യും? അത് സംഭവിക്കും. ഞങ്ങളുടെ വാറണ്ട് ഓഫീസറായിരുന്ന ഒരു വിശ്വാസി സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ഷന് രാത്രിയായപ്പോൾ മെയിൻ ഗേറ്റിന്റെ അവിടേക്കൊന്ന് പോയി. കാരണം ഗാർഡ് എങ്ങനെയുണ്ട്, അവൻ പ്രോപ്പറായിട്ടാണോ നിൽക്കുന്നതെന്നൊന്ന് അറിയാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഞാന് ഗാർഡ് റൂമിന്റെ അവിടെ ചെന്ന്, മെയിൻ ഗേറ്റാണ്, എയർഫോഴ്സിന്റെ മെയിൻ ഗേറ്റാണ്, ആ ഗേറ്റിന്റെ അവിടെ തോക്കും പിടിച്ച് പൊസിഷനിൽ നിന്ന് കൂർക്കം വലിക്കുകയാണ്. അപ്പൊ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യാണ്? കൂർക്കം വലിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ കാവൽക്കാരൻ നമ്മുടെ കർത്താവാണ്. അവൻ അവിടുന്ന് ഉറങ്ങുന്നില്ല, അവിടുന്ന് മയങ്ങുന്നില്ല. പ്രൈസ് ഗോഡ്. യഹോവ നിന്റെ പരിപാലകൻ. റിമോട്ട് കൺട്രോളിലെ പൂട്ടോ വില കൂടിയ നായോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല സഹോദരങ്ങളെ നമ്മുടെ സുരക്ഷിതത്വം. ദൈവം നമ്മളെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നാം സുരക്ഷിതരായിരിക്കുകയുള്ളൂ. ദൈവം നമ്മെ പരിപാലിച്ചെങ്കിൽ മാത്രമേ നാം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. നമ്മൾ എത്ര വർഷം മിടുക്കനായ ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ പോലും കൊച്ചബദ്ധത്തിൽ, ഓവർ കോൺഫിഡൻസിലൊക്കെ നമുക്ക് പ്രയാസങ്ങളുണ്ടായി. എനിക്ക് 14 ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. 14 ആക്സിഡന്റ് എൻ്റെ ജീവിതത്തിലുണ്ടായി. അതിലേറിയ പങ്ക് ആക്സിഡന്റും എൻ്റെ ദുർബുദ്ധിയിൽ സംഭവിച്ചിട്ടുള്ളത്. സ്പീഡ് കൂട്ടിയ സമയങ്ങളിൽ,
അതുപോലെ പെട്ടെന്നങ്ങ് ക്രോസ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്നേക്കാൾ വേഗത്തിൽ ക്രോസ് ചെയ്യാൻ ആഗ്രഹിച്ചു വന്നവനുമായിട്ട് കൂട്ടിയിടിച്ച സമയങ്ങൾ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ദുർബുദ്ധി, ഓവർ കോൺഫിഡൻസ്, ഇതൊക്കെ അപകടം വരുത്തി വെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഏത് കാര്യത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാലും പ്രയർഫുള്ളി വേണം ഏത് കാര്യം ഒരു ദൈവം ഇതിൽ ചെയ്യാൻ. കാരണം അലേർട്ടായിരിക്കണം. സ്തോത്രം. ഓവർ കോൺഫിഡൻസിൽ ഒരു കാര്യം ചെയ്യരുത്. ഞാൻ പലപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലാതെ ഒരിക്കലും മറ്റൊരാളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ കയറി സൈൻ ചെയ്യാനോ അവരുടെ കേസ് ഷീറ്റ് ബാക്കി ഫില്ല് ചെയ്ത് വെക്കാനോ ഒരിക്കലും പാടില്ല. നിങ്ങളുടെ ഡ്യൂട്ടി അതെ, നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുകയും മാത്രമല്ല, മറ്റൊരാൾ കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഡിസിൻ തന്നെ ആണെങ്കിൽ പോലും ഇന്നതിലൂടെ നീ കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്, നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെപ്പെട്ട കേസുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികളിൽ പലർക്കും നീണ്ട നാളുകൾ വേദന അനുഭവിക്കേണ്ട കേസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് ലൈസ വായിച്ചത്. വായിക്കാം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അമ്മേ, 5 ഇംഗ്ലീഷിൽ വായിക്കാമോ പ്ലീസ്? അവിടെ എന്തെഴുതിയിരിക്കുന്നത്? The peace of God. റെഫറൻസ് ഒന്നുകൂടി ഒന്ന് തരൂ. റെഫറൻസ് Romans chapter 16 verse 20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ എന്ത് ചെയ്യും? ചതച്ചു കളയും. പ്രൈസ് ഗോഡ്. നോക്കുക, എഴുതിയിരിക്കുന്ന എന്താണ്? സമാധാനത്തിന്റെ ദൈവം, the peace of God. നമ്മുടെ ദൈവം കലഹത്തിന്റെ ദൈവമല്ല, സ്വസ്ഥത ഇല്ലാതാക്കുന്ന ദൈവമല്ല. യെസ് പ്ലീസ്. വായിച്ചോട്ടെ. And the God of peace shall bruise Satan under your feet shortly. Grace of our Lord Jesus Christ be with you. Amen. നോക്കുക, അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനമേറ്റ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അതിനായി ദാഹിച്ച് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവോപൈതന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയും അവരുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് സാത്താൻ അവരുടെ തലമേൽ കയറാൻ ദൈവം സമ്മതിക്കുന്നില്ല. അവരുടെ കാൽ കീഴെയാണ്. പക്ഷെ അവൻ കാൽ കീഴെ വരണേ എന്ത് ചെയ്യണം? യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. 5:7. ആമേ, പിശാചിന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിടും. വിട്ടിട്ട് അവിടെ നിൽക്കുമോ? ഇല്ല, അവൻ ഓടും. അങ്ങനെയല്ലേ 5:7 വായിക്കുന്നത്? യെസ്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. ദൈവത്തിന് കീഴടങ്ങുവീൻ. ദൈവത്തിന് കീഴടങ്ങാൻ മീൻസ് എന്ത് ചെയ്യുക? സറണ്ടർ ചെയ്യുക. നമുക്കറിയാം, പോലീസ് ഓഫീസർ ചില ആളുകളെ പിടിക്കാൻ വരുന്ന സമയത്ത് ആ എതിരാളികളായവർ 2 കൈയും പൊക്കും, എന്നിട്ട് മുട്ടുകുത്തും. യെസ്, കീഴടങ്ങിയാണ്. അപ്പൊ കീഴടങ്ങിയ 4:7 4:7. താങ്ക് യു. മലയാളത്തിൽ വായിച്ചിട്ട് ഇംഗ്ലീഷിൽ 5 വായിക്കും. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഡയറക്റ്റ് ഡെവിളിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ത്രൂ ക്രൈസ്റ്റ് ആണെല്ലാം നടക്കേണ്ടത്, ഫോർ ക്രൈസ്റ്റ് ആണെല്ലാം നടക്കേണ്ടത്, ഇൻ ക്രൈസ്റ്റ് ആണെല്ലാം നടക്കേണ്ടത്. ഒന്ന് പറഞ്ഞാട്ടെ. ക്രൈസ്റ്റ്, ത്രൂ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്. എല്ലാം ക്രിസ്തുവിലും, എല്ലാം ക്രിസ്തുവിനാലും, എല്ലാം ക്രിസ്തുവിലേക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യു വിൽ കാസ്റ്റ് ഔട്ട് ഡെവിൾ ഇൻ മൈ നെയിം, ത്രൂ മൈ നെയിം. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, എന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കും, എന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ നിങ്ങൾ ചെയ്യും. നമുക്ക് തനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 5 പ്ലീസ് വായിച്ചാണ്. Submit yourself therefore to God, resist devil and he will flee from you. അപ്പൊ നോക്കുക, അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുക. അപ്പാ, എന്നെ സമ്പൂർണമായി അങ്ങയുടെ ഇഷ്ടത്തിന്, അങ്ങയുടെ കൺട്രോളിന്,
അങ്ങയുടെ നടത്തിപ്പിന്, അവിടുത്തെ നിയോഗത്തിന്, അവിടുത്തെ ഇഷ്ടത്തിന്, അവിടുത്തെ പ്ലാനിന്, അവിടുത്തെ പദ്ധതിക്ക് എന്നെയും എൻ്റെ ഫാമിലി ലൈഫിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്കുള്ള സകലത്തെയും, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ്, എൻ്റെ സമയം, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, എവറിത്തിങ് എല്ലാം അങ്ങയുടെ കൈകളിൽ തരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ്ലി ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ ഗ്രേസിന്റെ എൻവലപ്പിനകത്ത് നിങ്ങൾ മറയപ്പെടുകയാണ്. ഒരിക്കലും ഒരു പുതിയ വീട് ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എല്ലാ മുറികളും സമർപ്പിച്ചിട്ട് തൻ്റെ ഒരു മുറി മാത്രം സമർപ്പിച്ചില്ല. അപ്പോൾ ആ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എന്നും യുദ്ധമാണ്, എനിക്ക് എന്നും യുദ്ധമാണ്. സ്തോത്രം. അപ്പോൾ താൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് എനിക്ക് പിന്നെയും പ്രശ്നം എന്താണ്? അപ്പൊ തമ്പുരാൻ പറഞ്ഞു, നീ തന്നതിനെ ഞാൻ സൂക്ഷിച്ചു, നീ തരാത്തതിനെ ഞാൻ എങ്ങനെ സൂക്ഷിക്കും? അപ്പോൾ നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ കംപ്ലീറ്റ് സബ്മിഷനിലേക്ക് നമ്മൾ വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, സാത്താൻ നിങ്ങളെ വിടുക മാത്രമല്ല, നിങ്ങളുടെ വീടിനെ വിടുക മാത്രമല്ല, നിങ്ങളുടെ തലമുറയെ വിടുക മാത്രമല്ല, അവൻ വിട്ടിട്ട് എന്ത് ചെയ്യും? ഓടും. എന്തുകൊണ്ട്? കൺട്രോൾ ദൈവത്തിന്റെ കീഴിലായിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ദൈവത്തിൽ സുരക്ഷിതരായി മറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓർത്തിരുന്നു കൊള്ളണം. സ്തോത്രം. അതുകൂടെ യൂദായുടെ ലേഖനത്തിലേക്ക് കൂടെ വന്ന് അതിന്റെ 24, 25 വാക്യം കൂടെ വായിച്ചിട്ട് വേണം നമ്മൾ ആ തന്ത്രങ്ങൾ തിരിച്ചറിയാനായിട്ട് കടന്നു പോകാൻ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ 2-3 വാക്യങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളിൽ കിടക്കും. എന്താണ് യൂദായുടെ ലേഖനം? ജൂഡ് വേഴ്സ് 24 and 25. നിങ്ങളെ സൂക്ഷിച്ച് തന്റെ വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. എല്ലാരും ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. 5 ഒന്ന് വായിച്ചോണേ. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അടുത്തത്, തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ശക്തിയുള്ളവന്. പ്രൈസ് ഗോഡ്. ഇംഗ്ലീഷില്, Now unto him that is able to keep you from falling and to present you faultless before the presence of his glory with exceeding joy. ആമേൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു പൊടിക്കുഞ്ഞ് വീഴാതിരിക്കാൻ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മമാര് പറഞ്ഞാട്ടെ. താങ്ങും. അതെ, ആ കുഞ്ഞിന്റെ കൈക്ക് കയറി പിടിക്കും. ആ കുഞ്ഞിന്റെ കൈക്ക് അമ്മ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ആ കുഞ്ഞിന് വീഴാൻ സാധ്യതയുണ്ടെങ്കിലും വീഴാൻ അനുവദിക്കാത്തത് മുറുക്കി പിടിച്ചിരിക്കുന്ന കരമാണ്. ആസാഫ് ഇങ്ങനെ പറയുന്നു, നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ആമേൻ. നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. 73-ാം സങ്കീർത്തനം എടുത്തവർക്ക് റെഫറൻസ് സഹിതം പറഞ്ഞ് വായിക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്? 73-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്, നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക്. അതിന്റെ 23-24 വാക്യങ്ങൾ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. 5, പ്രൈസ് ഗോഡ്. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവസന്നിധിയിൽ. നിങ്ങളെ പിടിച്ചിരിക്കുന്ന കൈ മാനുഷ്യമല്ലെന്നൊന്ന് പറയാമോ? സ്തോത്രം. എവിടെ ആയിക്കൊള്ളട്ടെ, ഏത് ഒറ്റപ്പെട്ട സ്ഥലത്തോ ആയിക്കൊള്ളട്ടെ, ഏത് മുറിവുകളിലൂടെയോ നിങ്ങൾ കടന്നുപോയി എന്നിരിക്കട്ടെ, ഏത് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നിരിക്കട്ടെ, ഏത് ഷെയർ ചെയ്യാൻ കഴിയാത്ത ആഗണിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നിരിക്കട്ടെ, തമ്പുരാൻ പറയുന്നത് അതെ, അവിടുന്ന് എന്ത് ചെയ്യുന്നു? ആസാഫ് പറയുകയാണ്, നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാണ്. 5 വായിച്ചാട്ടെ പ്ലീസ്. Nevertheless, I am continually with thee. Thou hast holden me by thy right hand. By my right hand. Thou shalt guide me with thy counsel, and afterward receive me to glory. Praise God. അപ്പൊ ഇവിടെ ഒന്നും ഗ്ലോറി ഇല്ല കേട്ടോ. ഇവിടെ എന്തെല്ലാം നമുക്ക് ഈ ലോകത്തിൽ കിട്ടിയാലും ഇതൊന്നും മഹത്വമല്ല സഹോദരങ്ങളെ. അതെല്ലാം നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം കളർഫുൾ ആയിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഹിയർ ആഫ്റ്റർ ആണ് ഗ്ലോറി വരുന്നത്. സ്തോത്രം.
അത് തിരിച്ച് നമ്മൾ അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് നാം ഇത് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നാം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത്. എന്താണ്? സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നിങ്ങളെ വിട്ടിട്ട് എന്ത് ചെയ്യും? ഓടും. നിൽക്കാൻ കഴിയുകയില്ല. സ്തോത്രം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ശക്തിയുള്ളവൻ. അപ്പൊ നമ്മുടെ സ്വയം നശിക്കുവാൻ സാധ്യതയുള്ള സാത്താന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുമ്പോൾ അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനം മടുക്കുകയും സാത്താൻ നിരാശയുടെ വിത്തുകൾ ഉള്ളിലിട്ട് ലക്ഷ്യത്തിൽ നിന്ന് ഓടിയകലുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാറുണ്ട്. എന്താണ്? ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുമ്പോൾ അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് മടുത്തു പോകാറുണ്ട്. ഉദാഹരണം, എലിയാവ് ഒരു ശ്വാസത്തിന്റെ പ്രാർത്ഥനയിൽ തീ ഇറക്കി. തന്റെ പ്രാർത്ഥനയിൽ താൻ ഇറക്കിയതല്ല, തന്റെ പ്രാർത്ഥനയിൽ ദൈവം തീ അയച്ചതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് ഒരു സ്ത്രീ ശബ്ദത്തിന്റെ മുമ്പിൽ തന്റെ മനസ്സെന്ത് ചെയ്തു? പെട്ടെന്ന് ആടിയുലഞ്ഞു. ആകാശം അടയ്ക്കാൻ അധികാരമുള്ളവനായിരുന്നു തന്റെ നാവിന്മേൽ, അല്ലേ? ആകാശം തുറക്കാൻ തന്റെ നാവിന് അധികാരം ഉണ്ടായി. എത്ര മൈറ്റി മാനായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു? ദൈവത്തിന്റെ കരങ്ങളിൽ എത്ര ശക്തമായി ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണ്. തന്റെ മുഴങ്കാൽ പെരുമഴയുടെ മേഘത്തെ സമുദ്രത്തിൽ നിന്ന് പൊങ്ങുമാറാക്കിയതാണ്, അല്ലേ? ആഹാബിന്റെ രഥത്തിന് മുമ്പായി കുതിരശക്തിയാണ് എല്ലായിടവും ഫോഴ്സായിട്ട് കാണാറുണ്ട്, വാഹനങ്ങൾക്കെല്ലാം. എന്നാൽ തന്റെ രഥത്തിലൊന്നും തന്നെ കയറ്റിയില്ല. എന്നാൽ ദൈവദാസൻ അല്ലയോ കേറിക്കോ എന്റെ രഥത്തിൽ എന്ന് പറഞ്ഞ വല്ലതും കയറ്റി? ഇല്ല. ശുശ്രൂഷ വിജയിച്ചു, പക്ഷേ മാനിക്കേണ്ടവരൊന്നും എന്ത് ചെയ്തില്ല? മാനിച്ചില്ല. സർട്ടൻ ടൈം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം. അനുഗ്രഹിക്കപ്പെട്ട പ്രയർ നടന്നിരിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ. അനുഗ്രഹിക്കപ്പെട്ട ഡെലിവറൻസ് മിനിസ്ട്രി നടന്നിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ മാനിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം. മുഷിഞ്ഞു പോകരുത്. എന്നാൽ നിങ്ങളെ ഉപയോഗിക്കുന്ന തമ്പുരാനൊരു കാര്യം ചെയ്യും. എന്താണ്? ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഓടുവാനുള്ള ബലം നിങ്ങളുടെ പാദങ്ങൾക്ക് ദൈവം തരും. നിങ്ങൾ തളർന്ന് വഴിത്തലക്കിൽ കിടക്കാൻ സമ്മതിക്കത്തില്ല. നമുക്കറിയാം, ആ കാലഘട്ടത്തിലെ ഭരണം ഭയാനകമായിരുന്നു. ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊല്ലുന്നു, പുരോഹിതന്മാരെ കൊല്ലുന്നു. ഭരിക്കുന്നത് ആഹാബ് ആണെങ്കിലും അതിന് എല്ലാ മോട്ടിവേഷനും അഡ്വൈസും കൊടുക്കുന്നത് ഇസബേലാണ്, സ്ത്രീ ശക്തിയാണ്. അവളുടെ ഉള്ളിൽ ഇരിക്കുന്നത് ബാലിന്റെയും അശേരയുടെയും നാമങ്ങളും അതിനെ പ്രോത്സാഹിപ്പിച്ച് രാജ്യത്ത് ഉടനീളം വിഗ്രഹാരാധന സ്ഥാപിക്കുകയും അന്യ ആരാധനയ്ക്ക് പ്രചോദനം നൽകുകയും ഖജനാവിന്റെ ഇൻകം മുഴുവൻ അതിന് പ്രയോജനപ്പെടുത്തി ബാലിന്റെ അശേരയുടെയുമായിട്ടുള്ള 400-450 പ്രവാചകന്മാരെ റെഡിയാക്കി അരമനയിൽ വെച്ചിരിക്കുകയാണ്. ആഹാബ് ആലോചന കേട്ടാൽ തന്നെ താഴ്ത്താൻ ഇടയ്ക്ക് മനസ്സുണ്ടായിട്ടുള്ളതായി നമ്മൾ ആ ചരിത്രത്തിൽ കാണും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, 3 വർഷം ആകാശം അടഞ്ഞു കിടന്നപ്പോൾ ഏലിയാവിനെ അതിശയകരമായി ഊറ്റി. അടുത്ത ഈ ആണ്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. അതങ്ങനെ സംഭവിച്ചു. ദൈവം തന്നെ ഒളിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവം ഒളിപ്പിച്ചു കഴിഞ്ഞാലേ ആർക്കും നമ്മളെ കാണാൻ പറ്റുകയില്ല കേട്ടോ. എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ 3 സന്ദർഭങ്ങളിൽ ഒളിച്ചു പാർക്കേണ്ട സാഹചര്യങ്ങൾ ദൈവം എന്നോട് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ വെച്ച് സുവിശേഷ വിരോധികൾ എന്നെ കൊല്ലാൻ പല പ്രാവശ്യം നോക്കി. അന്നേരം എല്ലാം ദൈവം എന്നെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരും. ഞാൻ അവിടെ പോയി ഒളിച്ചിരിക്കും. നാട്ടിലായിരുന്ന 2 സന്ദർഭങ്ങളിൽ ദൈവം എന്നെ ഒളിപ്പിച്ച സമയങ്ങളുണ്ട്. സ്തോത്രം. ആമേൻ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കുകയും തിരുനിവാസത്തിന്റെ മറവിൽ മറക്കുകയും പാറമേൽ നിന്നെ ഉയർത്തുകയും ചെയ്യും. പ്രതിയോഗിയുടെ പ്ലാനിംഗ് ഒന്നും സക്സസ് ആകാതെ വണ്ണം അനർത്ഥ ദിവസം വരുന്നെങ്കിൽ നിനക്കൊളിച്ചിരിക്കാൻ ഒരു ദൈവത്തിന്റെ കൂടാരമുണ്ട്.
നിനക്ക് മറഞ്ഞിരിക്കാൻ ദൈവത്തിന്റെ ഒരു മറവുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തുകൊള്ളണം. പക്ഷെ ഏലിയാവ് മരണം കൊതിച്ച് പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും മരിക്കുന്നില്ല. താൻ ഒരു ദിവസത്തെ വഴിദൂരം പോവുകയാണ്. ബാല്യക്കാരനെ ഒരു സ്വസ്ഥമായ സ്ഥലത്താക്കിയിട്ട് പോയിട്ട് ചുരച്ചെടിയുടെ കീഴിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവാചകം നമ്മൾ കാണുന്നുണ്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ. എന്താ കാണുന്നത്? ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? സ്വയം നശിപ്പിക്കുവാനുള്ള സാത്താന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുമ്പോൾ അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനം മടുക്കുകയും സാത്താൻ നിരാശയുടെ വിത്തുകൾ ഉള്ളിലിട്ട് ലക്ഷ്യത്തിൽ നിന്ന് ഓടി അകലുവാൻ പ്രേരിപ്പിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ട്, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ലെവലിലൊക്കെ ഒറ്റ ഒരു ആരാധനയിൽ രാജ്യം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്നുള്ളതല്ലേ നമ്മളതിൽ കാണുന്നത്. 850 ബാലിന്റെ അശേരയുടെയും പ്രവാചകന്മാർ അവിടെ വെച്ച് തകർക്കപ്പെടുന്നു. യഹോവ ജീവനുള്ള ദൈവമെന്ന് അവിടെ വെളിപ്പെടുന്നു. ദൈവമക്കളെ, ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള സംഘടനമല്ല, ഇത് 2 ശക്തികൾ തമ്മിലുള്ള സംഘടനമാണ്. അതിന് നാം ദൈവ ഇഷ്ടത്തിന് നിന്നു കൊടുത്താൽ മതി. നമ്മളെ ഉപയോഗിക്കേണ്ടത് പോലെ പരിശുദ്ധാത്മാവ് അങ്ങ് ഉപയോഗിച്ചു. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കി സ്റ്റെപ്പ് വെച്ചാൽ മതി. ഏത് അശേരയും തകരും, ഏത് ബാലും തകരും. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, യഹോവേ, ഇതൊക്കെയും അങ്ങയുടെ ഹിതപ്രകാരം ഞാൻ ചെയ്തുവെന്നും ഞാൻ അവിടുത്തെ ദാസൻ എന്ന് ഈ ജനം അറിയേണ്ടതിനും വെളിപ്പെട്ടു മാറുമാറാകട്ടെ. പ്രതിസന്ധിയിലാണ് കുഞ്ഞെ, നീ ദൈവവേദലാണോ അല്ലയോ എന്ന് അറിയുന്നത്. ശത്രുക്കളുടെ മുമ്പാകെ ദൈവം പ്രൂവ് ചെയ്യും. ഒരിക്കൽ സുവിശേഷ വിരോധികൾ ഞങ്ങളെ തല്ലാൻ ആഗ്രഹിച്ചു. എന്നെ കിട്ടിയില്ല. കാരണം എന്നെ ജീസസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജിൽ ഞാൻ ക്ലാസ് എടുത്തിട്ട് അതിന്റെ തലേ ദിവസം രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം മറന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ക്ഷണിക്കപ്പെട്ട അതിഥി ശുശ്രൂഷിക്കാൻ വരത്തില്ല, സ്പെഷ്യൽ മീറ്റിംഗാ, സാർ വന്ന് പ്രസംഗിക്കണം. പെട്ടെന്ന് ഞാൻ സ്വപ്നം ഓർത്തു. ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് റൂമിന്റെ വാതിൽക്ക് എൻ്റെ ഡയറക്ടർ വന്നിട്ട് എന്നെ വിളിക്കുന്നു, ക്ഷണിക്കപ്പെട്ട അതിഥി ഇന്ന് വരില്ല, നിങ്ങളാണെന്ന് പ്രസംഗിക്കാൻ ദൈവം നിയോഗിച്ചതെന്ന് ഞാനിങ്ങനെ സ്വപ്നത്തിൽ കേൾക്കുന്ന കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ സാറേ, ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ മിഷൻ ഫീൽഡിൽ ഒരു ഭവനത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധി കൂട്ടായ്മയിൽ വന്ന 2 പിള്ളേർ തമ്മിൽ സ്നേഹത്തിലായി. അവർ നാട് വിട്ടു. സുവിശേഷ വിരോധികളും മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങൾ നിമിത്തമാണ് ഇത് സംഭവിച്ചത്. സ്തോത്രം. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. എന്നെ ദൈവം യാത്ര മുടക്കി. ആ ദേശത്ത് ദൈവനെ അയച്ചില്ല. വൈഫ് ചെന്നു, അവിടെ വൈഫിനെ തല്ലി. സ്തോത്രം. എന്നെ കിട്ടാൻ. പക്ഷേ തല്ലിയ ആള് ഒടുവിൽ ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിന്റെ മരണവാർത്ത ആരും അറിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് അഴിച്ചു നോക്കിയപ്പോൾ അസ്ഥികൾ മാത്രമുണ്ട്, മാംസമിലേറുന്ന താഴെ പോയി. കുടുംബത്തിലുള്ള പലരും മരിച്ചുപോയി. നമ്മൾ പ്രതികരിക്കണ്ട. നമ്മൾ അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ രക്ഷിക്കപ്പെടാൻ കാരണമാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ വിധി വേറൊരു നിലയിലായിപ്പോയി വന്നത്. ദേശം നടുങ്ങിപ്പോയി, ഭയാനകമായി. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. സ്തോത്രം. ഇവിടെ ഏലിയാവ് മനസ്സ് തളർന്നു. മരിപ്പാൻ ആഗ്രഹിച്ചവന് ദൈവം എടുത്തോ? നിങ്ങൾ വായിച്ചിട്ടില്ലേ, സ്വർഗത്തിൽ കണ്ണുനീരില്ല, അവിടെ വേദനയില്ല, ദുഃഖമില്ല. അപ്പൊ ഈ നിരാശയിൽ പ്രാർത്ഥിക്കുന്ന ആളിനെ എടുത്താൽ എവിടെ ഈ കൊണ്ടുവെക്കേണ്ടി? നമ്മളെല്ലാം എത്രയോ സന്ദർഭങ്ങളിൽ എടുത്തോളാൻ പ്രാർത്ഥിച്ചവരാ അല്ലേ? ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു കാണുമെന്ന് ചിന്തിക്കുക. പക്ഷേ മരിക്കാൻ ആഗ്രഹിച്ച് മരണം കൊടുത്തവന് ദൈവം കൊടുത്തത് ജീവിപ്പിക്കുന്ന അടയായിരുന്നു അല്ലേ? പ്രൈസ് ഗോഡ്. നാം തളർന്നിരിക്കുന്ന സമയത്ത് നമ്മളെ തകർക്കുന്നവനല്ല ദൈവം, നിന്നെ ജീവിപ്പിക്കുന്നവൻ ദൈവമാണ്.
നിന്നെ അട നൽകി നിന്റെ അരമുറുക്കി ബഹുദൂരം ഓടിക്കുന്ന ദൈവമാണ്. ദൈവം കൊടുത്ത ആഹാരം കഴിച്ച് അവിടെ കിടന്നു. ദൈവം തട്ടിയുണർത്തുന്നു. ഒരു സമയത്ത് കാക്കയാൽ പുലർത്തി, മറ്റൊരു സമയത്ത് വിധവയാൽ പുലർത്തി. ഇപ്പൊ കാക്കയ്ക്കും സ്പേസ് ഇല്ല, വിധവയ്ക്കും സ്പേസ് ഇല്ല. പിന്നെ ആർക്കാണ്? അവിടെ ദൈവം ഡയറക്റ്റ് ഏഞ്ചലിനെ അയക്കുകയാണ്. കർത്താവിന്റെ പൈതല്, നാം പ്രതീക്ഷിക്കുന്നവരും നാം കാത്തിരുന്നവരുമായ ആളുകൾ നിങ്ങളെ ഇഗ്നോർ ചെയ്തെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവം നിന്നെ ജീവിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ ധാരാളം വഴികളുണ്ട്. നിങ്ങളെ മാനിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ ധാരാളം സാധ്യതകളുണ്ട്. റൈറ്റ് ടൈമിൽ, റൈറ്റ് വേയിൽ, റൈറ്റ് പേഴ്സണെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീനെന്ന് തിരുവചനത്തിൽ നമ്മൾ കാണും. സ്തോത്രം. ദൈവം രണ്ടാം പ്രാവശ്യവും ദൂതൻ മുഖാന്തരം തട്ടി ഉണർത്തുന്നു. ദൈവത്തിന്റെ കയ്യിൽ നിനക്കുള്ളത് ഉണ്ട് കേട്ടോ. മാറിൽ കരം വെച്ച് പറയണം, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ യേശുവിന്റെ കരത്തിൽ. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. എൻ്റെ തലമുറയ്ക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ളതെല്ലാം എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഉണ്ട് എന്ന് പ്രാഗൽഭ്യത്തോടെ നിങ്ങൾക്ക് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമല്ലോ. പ്രൈസ് ഗോഡ്. നന്ദി കർത്താവേ, സ്തോത്രം. അതുകൊണ്ട് ആ ദൈവം രണ്ടാം പ്രാവശ്യം കൊടുത്ത ആഹാരം കൊണ്ട് നോൺ സ്റ്റോപ്പ് അല്ലേ, 40 days താൻ പോവുക. 40 ദിവസം പിന്നെ ഫുഡൊന്നും കഴിക്കേണ്ടി വന്നില്ല. ദൈവമക്കളെ, ബഹുദൂരം സഞ്ചരിപ്പാൻ നമുക്ക് ബലം നൽകുന്നത് മാനുഷ്യമായ യാതൊന്നുമല്ല, ദൈവികമായതുകൊണ്ടാണ് നിങ്ങളെ ദൂരത്തിൽ പോകാൻ ബലപ്പെടുത്തുന്നത്. ഒരു ദിവസം ഏലിയാവ് പറഞ്ഞു, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഭയപ്പെട്ട ഏലിയാവിനെ ദൈവം പിന്നെ അടുത്ത ഒരു പരിശീലനത്തിലൂടെ ഉറപ്പിക്കാൻ തീരുമാനിച്ച് നിങ്ങൾ കാണുന്നില്ലേ? താൻ ചെന്നൊരു ഗുഹയിൽ പാർക്കുന്നു, ദൈവം വിളിക്കുന്നു. 40 ദിവസം ദൈവം മിണ്ടിയില്ല. 40 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു, നിനക്കിവിടെ എന്നാ കാര്യം? അപ്പോൾ താൻ പറയുന്ന വാക്ക് എന്താണ്? ഞാൻ യഹോവയ്ക്ക് വേണ്ടി ശുഷ്കാന്തിച്ചിരിക്കുന്നു. ആഹാബിന്റെ ഗൃഹം എന്ത് ചെയ്യുന്നു? നിന്റെ പ്രവാചകന്മാരെ കൊല്ലുന്നു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ കയറി വരാൻ സാധ്യതയുള്ള ഒരു സാത്താന്യ ചിന്തയായിരുന്നു, ഞാനില്ലെങ്കിൽ ഈ സഭയില്ല, ഞാനില്ലെങ്കിൽ ഈ ദേശത്ത് വേലയില്ല, ഞാനില്ലെങ്കിൽ ഈ ഞാനങ്ങ് ചാകണം. സ്തോത്രം. ഐ ആൻഡ് മൈ, ഇതെല്ലാം മരിക്കണം. അതെല്ലാം നെബൂഖദ്നേസറിന്റെ ഫിലോസഫിയിൽപ്പെട്ട കാര്യമാണ്. സ്തോത്രം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തമ്പുരാൻ പറയുകയാണ്, നീ പുറത്തിറങ്ങ്. ദൈവം തീ കടത്തി വിട്ടു, എല്ലാം ദഹിപ്പിച്ചു പോയി. യഹോവ അതിലില്ലായിരുന്നു. ഒരു കാറ്റടിപ്പിച്ചു, അതെല്ലാം പാറകളെ കീറിപ്പോകുന്ന കാറ്റ്, അതിൽ യഹോവ ഇല്ലായിരുന്നു. പിന്നെ ഒരു ഭൂമി കുലുക്കം, ദൈവം ഒരു ഭൂകമ്പം അയച്ചു, അത് നടുങ്ങി കുലുങ്ങി കടന്നുപോയി, അതിൽ യഹോവ ഇല്ലായിരുന്നു. തമ്പുരാൻ ചോദിക്കുന്ന സൈലന്റ് ക്വസ്റ്റ്യൻ ആകാം ഇത്, തീയേക്കാൾ വലുതാണോ ഈ ഇസബേലിന്റെ ശബ്ദം? സ്തോത്രം. പാറയെ കീറുന്ന കാറ്റിനേക്കാൾ ശക്തിയുള്ളതാണോ ഇസബേലിന്റെ ഭീഷണി? ഇസബേലിന് ഈ ഭൂമി വല്ലതും കുലുക്കാൻ പറ്റുമോ ഏലിയാവേ? സ്തോത്രം. ഈ ഭൂമി കുലുങ്ങിയിട്ട് നിനക്ക് കുലുക്കം വല്ലതും വന്നോ? ഇല്ല. നിന്റെ ചുറ്റും തീ കത്തിയിട്ട് അത് വല്ലതും നിന്നെ തൊട്ടോ? ഇല്ല. പാറയെ കീറുന്ന കാറ്റ് വന്നിട്ട് ഇത് നിന്നെ തൊട്ടോ? യേശുവിന്റെ നാമത്തിൽ ജയം. ഓ റബാനഘടകശ്വസിയാന, ചുറ്റും നിന്നെ കരിച്ചു കളയുമെന്ന് പോലെ തീ നിന്റെ മുമ്പിൽ ആളിക്കത്തുമ്പോഴും ഓർത്തുകൊള്ളണം, തീയുടെ മണം തൊടാതെ സൂക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. എല്ലാം കുലുങ്ങി തകരുമ്പോൾ ആടിയുലഞ്ഞ് അസ്തമിക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നും. നിന്റെ പാറയിലാണെങ്കിൽ നിനക്ക് ഭദ്രതയുണ്ട്. സ്തോത്രം. കാറ്റ് പാറയെ കീറി, ആമേൻ, അത് ഭയാനകമായ ദൃശ്യങ്ങൾ തൻ്റെ കണ്ണിലൂടെ കണ്ണുമടങ്ങി. അതിലും യഹോവയില്ലായിരുന്നു. എത്ര ഉഗ്രശബ്ദത്തോടെയാണ് ആ കൊടുങ്കാറ്റടിച്ചു പോയത്, എങ്ങനെ ഉഗ്രശബ്ദത്തോടെയാണ് ആ ഭൂമി കുലുങ്ങി കടന്നുപോയത്. എത്ര ആഴിയുടെ ആ തീയുടെ ആഘാതത്തിന്റെ ജ്വലനമാണ് തന്റെ കണ്ണാൽ കണ്ടത്. ഇങ്ങനെ മരവിച്ച് ആ ഭയന്ന് എന്തായിത്തീരും അടുത്തെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മൃദുസ്വരം, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? പിന്തുടരുന്ന കണ്ണുകൾ, സംരക്ഷിക്കുന്ന കരങ്ങൾ, സൂക്ഷിക്കുന്ന ദൈവ സാന്നിധ്യം, ഇത് നീ രാവിലെ നിങ്ങൾ അറിയണം. സ്തോത്രം. അപ്പോൾ താൻ പറയുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് ഇനി വേലക്കാരനായിട്ട്. തമ്പുരാൻ പറയുകയാണ്, നീ ഇവിടെ നിന്ന് പോണം.
ഇനി നീ ഇതുവരെ ചെയ്തതിനേക്കാൾ ഇരട്ടിയുള്ള ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. എന്താണ്? നീ ചെന്ന് യേഹൂവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. തമ്പുരാൻ പറയുകയാണ്, ഇസബേലിന്റെ രക്തം നായ്ക്കൾ നക്കുന്ന സമയം വരാൻ പോവുകയാണ്. സ്തോത്രം. തമ്പുരാൻ പറയുകയാണ്, നിനക്ക് പകരം ഏലിശയെ, നീ ശാഫാത്തിന്റെ മകനായ ഏലിശയെ പോയി കണ്ടെത്തണം. നീ അവനെ നിനക്ക് പകരം അഭിഷേകം ചെയ്യണം. അപ്പോൾ നിരാശയോടുകൂടി മരിപ്പാൻ മരണം കൊതിച്ചവന്റെ പിറകിൽ ദൈവം കണ്ട ശുശ്രൂഷ എന്താണ്? രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു അനോയിന്റിങ്. ഇരട്ടി ശക്തിയോടെ ശുശ്രൂഷിക്കുന്ന അടുത്തൊരു പ്രവാചകൻ പുറത്തു വരണം. ദൈവവേദിലെ നീ പോകുന്ന കാഠിന്യത്തിന്റെ പുറകിൽ ഒരു മഹത്തരമായ ദിവസം വരുന്നുണ്ട്, ഒരു ഗ്ലോറിയസ് ഡേ വരുന്നുണ്ട്. നീ ഇമാജിൻ ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള ദൈവമഹത്വം കാണുന്ന സമയങ്ങളാണ്. എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടിട്ട്? പ്രൈസ് ഗോഡ്. തന്റെ പ്രാർത്ഥന ഫലതയും ജീവനോടെ അങ്ങ് എടുത്തു അല്ലേ? പക്ഷേ ഇരട്ടി പവറുള്ള ഒരു ശുശ്രൂഷ കൊടുത്തിട്ടാണ് അയച്ചത്. തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാം? എന്നാൽ ബാലിന് മടക്കാത്ത മുട്ടായി 7000 പേര് ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളായിരിക്കുന്ന ദേശത്ത്, രാജ്യത്ത്, ചുറ്റുവട്ടങ്ങളിൽ നാം അറിയുന്നില്ലെങ്കിലും ദൈവം ശേഷിപ്പിച്ച ആത്മാക്കളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവരെ നിങ്ങൾ കണ്ടെത്തുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് വിശേഷാൽ ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ മനസ്സും അടുത്തിട്ട് നമുക്ക് ദൗത്യത്തിൽ നിന്ന് ഓടി അകലാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ അപകർഷതാബോധമായിരിക്കും. ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ല എന്ന ചിന്തയായിരിക്കും. ചിലപ്പോൾ ജയിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടമായിരിക്കാം. ചില വിഷയങ്ങൾക്ക് ജയം കിട്ടുന്നില്ല, അതിലുള്ള മാനസികമായ വേദനകൾ. പ്രൈസ് ലോർഡ്. മറ്റു ചിലത് മറുപടി, പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി വൈകുന്നതിലുള്ള കാരണമാകാം, അല്ലെ നമ്മുടെ അജ്ഞതയാകാം, അല്ലെ ഒറ്റപ്പെടുത്തലുകളാകാം, അല്ലെ പ്രോത്സാഹനം ലഭ്യമാകാത്തത് കൊണ്ടാകാം, അതിനുള്ള പ്രോത്സാഹന കുറവാകാം. പ്രൈസ് ഗോഡ്. അപ്പോൾ മതിയായ സാധ്യതയില്ലായ്മയാകാം. ഇതെല്ലാം നിങ്ങളെ ബാധിച്ചെന്ന് വരാം. താങ്ങേണ്ടവർ നിങ്ങളെ തളർത്തിയെന്ന് വരും, വളർത്തേണ്ടവർ നിങ്ങളുടെ നാമ്പ് നുള്ളിക്കളഞ്ഞെന്ന് വരും, ആശ്വസിപ്പിക്കേണ്ട ആളുകൾ നിങ്ങളെ വേദനിപ്പിച്ചെന്ന് വരും, സഹായിക്കേണ്ട ആളുകൾ നിങ്ങളെ ദ്രോഹിച്ചെന്ന് വരും, ധൈര്യപ്പെടുത്തേണ്ട ആളുകൾ നിങ്ങളെ ഭയപ്പെടുത്തിയെന്ന് വരും, അനുഗ്രഹിക്കേണ്ട ആളുകൾ നിങ്ങളെ ശപിച്ചെന്ന് വരും. സ്തോത്രം. ഞാൻ ബോംബെയിൽ നാട്ടിലെ പഠനം, സ്കൂൾ പഠനം കഴിഞ്ഞ് ബോംബെയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ നേരം ദൈവം എൻ്റെ ഉള്ളിൽ തന്ന പ്രയർ ലൈഫും തീഷ്ണതയൊക്കെ കണ്ടിട്ട് എൻ്റെ ഒരു അധ്യാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരസ്യമായിട്ട്, ഷാജിയുടെ തീഷ്ണതയൊക്കെ അധികം ബോധമൊന്നുമില്ല. അയ്യോ, എനിക്ക് ഭയങ്കര കൊല്ലാൻ പോലെ എൻ്റെ ഉള്ളിൽ അത് നൊന്തുപോയി. സ്തോത്രം. ഈ തീഷ്ണതയൊന്നും അധിക നാള് കാണത്തില്ല. എന്നാൽ പിന്നിട്ട് ഇത്രയും 4 പതിറ്റാണ്ട് സ്വർഗത്തിലെ ദൈവം നിർത്തി സഹോദരങ്ങളെ. അതുകൊണ്ട് ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ കാതിൽ കേൾക്കുമ്പോൾ അത് നിങ്ങൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ശക്തനാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറച്ചുകൊള്ളണം. നിങ്ങൾ മാത്രമല്ല, ഞാൻ മാത്രമല്ല, നമ്മുടെ കർത്താവ് വേദനകളിലൂടെ പോയതാണ്. കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന്. അപ്പോൾ സാത്താന്റെ തന്ത്രങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ വേഗത്തിൽ ഒന്ന് ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഡിസൊബീഡിയൻസ് ആണ്, അനുസരണക്കേട്. ആദം ഹവ്വ ദമ്പതിമാരെ സാത്താൻ വശീകരിച്ചത് ദൈവത്തിന്റെ അനുസരണത്തിൽ നിന്ന്, ദൈവിക അനുസരണത്തിൽ നിന്ന് കൽപ്പന ലംഘിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്, സാത്താൻ അവിശ്വാസികളുടെ കണ്ണ് എന്ത് ചെയ്യുന്നു? കുരുടാക്കുന്നു. സ്തോത്രം. ചില വാക്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെക്കണം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം. റെഫറൻസ് എല്ലാം വായിക്കാൻ നമുക്ക് സമയം തികയുന്നില്ല, ഞാൻ പറഞ്ഞു വിടാം. വേഗത്തിൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. എന്താണ് അവന്റെ തന്ത്രങ്ങൾ? സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. പോളിന്റെ ആഗ്രഹം ജയാളിയായിരിക്കണം. ദൈവപൈതൽ, കർത്താവിന്റെ വേലക്കാർ ജയാളികളായിരിക്കണം.
അപ്പോൾ അവന് തന്ത്രമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ സാത്താന്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രം, ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരിച്ചപ്പോൾ കർത്താവെ അവന്റെ പ്രധാനപ്പെട്ട തന്ത്രം എന്താ? വേദപുസ്തകത്തിൽ പല തന്ത്രങ്ങൾ ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്താണെന്നറിയാമോ? ഈ പുറത്തിറക്കിയ തന്ത്രങ്ങളൊന്നും പിന്നെ അവൻ ഇറക്കാറില്ല എന്നുള്ളത് അവന്റെ മറ്റൊരു തന്ത്രം. മനസ്സിലായോ? പ്രാർത്ഥനാ മനുഷ്യർ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയും. എഴുതി വെക്കണം, പ്രാർത്ഥനാ മനുഷ്യർ എന്ത് ചെയ്യുന്നു? സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നു. എന്നാൽ പ്രാർത്ഥനാ മനുഷ്യർ മനസ്സിലാക്കിയ ഒരു തന്ത്രങ്ങളും സാത്താൻ പിന്നെ ഇറക്കത്തില്ല എന്നുള്ളതാണ് അവന്റെ മറ്റൊരു തന്ത്രം. നമുക്കിവിടെ പറ്റുന്ന അപകടം എന്താണെന്ന് അറിയാമോ? ചില തെറ്റായ ശീലങ്ങളുണ്ട്. നിയോഗത്തിലാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. നിയോഗത്തിലല്ലെങ്കിലോ നമ്മുടെ സമയം വെറുതെ പോകത്തേ ഉള്ളൂ. എന്താണ്? ഞാനൊരു ഉദാഹരണം പറയാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലെ ശാസിക്കുന്നു, ഭത്സിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. കണ്ടതിനെയാണോ നിങ്ങൾ ശാസിച്ചത്? ആത്മാവിൽ കണ്ടതിലാണോ ശാസിച്ചത്? ആത്മാവിൽ കണ്ടതാണോ ഭത്സിച്ചത്? പലപ്പോഴും അല്ല. പിന്നെന്താണ്? പോരുകളെയും പോരാട്ടങ്ങളെയും ബന്ധനങ്ങളെയും എല്ലാം ശാസിക്കുന്നു, ഭത്സിക്കുന്നു. സഹോദരങ്ങളെ, നമുക്കറിയാം, വടം പോലുള്ള കയർ കൊണ്ടുവന്ന് ശിംശോനെ കെട്ടി, ശിംശോനെ ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് വചനത്തിൽ കാണുന്നത് എന്താണ്? അവന്റെ കയ്യിലുള്ള ബന്ധനങ്ങൾ തീയിൽ തൊട്ട ചണനൂൽ പോലെ ദ്രവിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അഭിഷേകം ഉള്ളവനെ ബന്ധിച്ചാൽ ആ ബന്ധനങ്ങളെല്ലാം ദ്രവിച്ചു പോകും. സേ ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങളുടെ മേലുള്ള അനോയിന്റിങ് ഏത് കെട്ടും എന്ത് ചെയ്യുന്നു? ശത്രു എപ്പോഴും അവൻ്റെതായ പ്ലാനുകൾ ചെയ്തുകൊണ്ടിരിക്കും. അവന് വണ്ടിക്കൂലി ഒന്നും കൊടുക്കണ്ട. നിങ്ങളൊരു സ്ഥലത്ത് എത്തുന്നതിന് മുമ്പേ അവൻ വേണേ എത്താൻ ശ്രമിക്കും. പക്ഷെ ഓർത്തിരുന്നോളണം, നിങ്ങൾക്ക് മുൻപടയായിട്ടുള്ള ഒരാൾ കൂടെയുണ്ട്, പിൻപടയായിട്ടുള്ള ഒരാൾ കൂടെയുണ്ട്. തീമതിലായ ദൈവം, പട്ടാളമായ ദൈവം, ആരും പോക്കുവരത്ത് ചെയ്യാതിരിപ്പാൻ ഞാനതിന് ചുറ്റും ഒരു പട്ടാളമായിരിക്കും എന്ന് പറഞ്ഞ ദൈവം, തീമതിലായിരിക്കുന്ന ദൈവം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ സ്വബോധമുള്ളവരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. 1 പത്രോസ് 5:8 വായിക്കുന്നു, ആകയാൽ നിർമ്മതരായിരിപ്പീൻ, നിങ്ങളുടെ പിശാച് എന്നാ എങ്ങനെയാ അവനൊരു മോഡൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ? അലറുന്ന സിംഹം. ശരിയായ സിംഹം, യഹൂദാ ഗോത്രത്തിലെ സിംഹം ക്രിസ്തുവാണ്. അപ്പൊ സാത്താൻ എന്ത് ചെയ്യാണ്? അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി വഴി നടക്കുക. അവന് ഉപയോഗിക്കാൻ ആളുകളെ വേണം. ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അവന്റെ കൈ കിട്ടിയ അവന് കൂടുതൽ എന്ത് ചെയ്യാം? ദൈവനാമം ദുഷിക്കപ്പെടാനിടയാക്കും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു, ചിലർ സാത്താന്റെ പിന്നാലെ പോയി, ലോകസ്നേഹികളായി പോയി, പലരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. എഫെസ്യ ലേഖനം 6:11-12 വാക്യങ്ങളിൽ കാണുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളണം എന്ന് നമ്മൾ തിരുവഴുത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. ധരിക്കാതെ യുദ്ധത്തിന് പോയാൽ നമുക്ക് മുറിവുണ്ടാവും, തോൽവി സംഭവിക്കും. 2 കൊരിന്ത്യർ 11-3 വാക്യത്തിൽ കാണുന്നത്, സാത്താൻ ഉപായത്താൽ ഹവ്വയെ വഞ്ചിച്ചതുപോലെ ട്രിക്കുകൾ പിശാച് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ ട്രിക്കുമായിട്ട് നമ്മുടെ അടുക്കൽ വരും. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ പല ട്രിക്കുകൾ പിശാച് മറ്റുള്ളവരെ ഉപയോഗിച്ച് ഞങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. പിന്നീടാണ് അതെല്ലാം അതേ തന്ത്രങ്ങളായിരുന്നല്ലോ, വ്യാജ സ്നേഹത്തിന്റെ ഉൾമുറിയിലെ പതിയിരിപ്പുകളായിരുന്നല്ലോ എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, എത്ര വരമുണ്ടെങ്കിലും എത്ര കൃപയുണ്ടെങ്കിലും നമ്മൾ അലാർട്ടായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 22-31 വാക്യത്തിൽ കർത്താവ് ശിമോനോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ശിമോനെ, ശിമോനെ, സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ അതേ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നോക്കുക, യേശുവിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ ശ്രമം നടത്തിയെങ്കിലും നടക്കുന്നില്ല. സേ ആമേൻ, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ പാറ്റാൻ പറ്റത്തില്ലെന്ന് സാത്താൻ അറിയാം. കർത്താവിന്റെ കൂടെ നടക്കുന്ന നിങ്ങൾ അറിയുന്നില്ല ഏതെല്ലാം തന്ത്രങ്ങൾ നമ്മെക്കുറിച്ച് സാത്താൻ ഇന്നലകളിൽ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാകാം, എന്തെല്ലാം അവൻ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ എന്താണ്? അവന്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയത്? ഏൽപ്പിച്ചു കൊടുത്തില്ല.
തമ്പുരാൻ വിട്ടുകൊടുത്തില്ല, നിന്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്തില്ല, നിന്റെ ജീവിത പങ്കാളിയെ വിട്ടുകൊടുത്തില്ല, നിന്റെ പ്രിയപ്പെട്ടവളെ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ടാണ് ആമേൻ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തിരിച്ചറിയണം, പലപ്പോഴും നാം സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഈ മഹത്വത്തിന്റെ തേജസ്സിന്റെ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ എന്ത് ചെയ്യുന്നു? സാത്താൻ അവിശ്വാസികളുടെ മനസ്സിനെ എന്ത് ചെയ്തിരിക്കുന്നു? കുരുടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ അന്ധത മാറാൻ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ഒരു എപ്പിസോഡിൽ ക്ലാസ് എടുത്തപ്പോൾ ഓർപ്പിച്ചത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ അരികിലും സാത്താൻ വന്നപ്പോൾ മത്തായി 4:10 നമ്മൾ വായിക്കുന്നത്, പരീക്ഷിപ്പാൻ വന്ന് സാത്താനോട് പറയുന്നത്, സാത്താനെ എന്നെ വിട്ടുപോ. പ്രൈസ് ലോർഡ്. ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നമ്മൾ അവിടെയും നമ്മൾ കാണുന്നു. പ്രൈസ് ലോർഡ്. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാനായിട്ടൊക്കെ ദൈവം ഉപയോഗിച്ചു. സിംഹത്തെ വലിച്ചു കീറി കരടിയൊക്കെ താടിക്ക് പിടിച്ച് അടിച്ചു കൊല്ലാൻ ഉപയോഗിച്ചു. പക്ഷേ തന്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നൊക്കെ ദാവീദ് ഒരിക്കൽ പറഞ്ഞു. പക്ഷേ രാജസ്ഥാനമൊക്കെ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞു, പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ തന്റെ മനസ്സിൽ പിശാച് കയറിയതായ 1 ദിനവൃത്താന്തം 21-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്നു. എന്താണ്? അനന്തരം ഇസ്രായേലിന് വിരോധമായി, ദൈവത്തിന് വിരോധമായി ഇസ്രായേലിനെ എണ്ണി നോക്കുവാൻ സാത്താൻ തന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചു. അപ്പൊ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന എല്ലാ ചിന്തകളും ദൈവികമാണോ, വചനപ്രകാരമുള്ളതാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ശ്രമം നടത്തണം. കർത്താവ് കാഷ്യറാക്കി വെച്ച യൂദാസ്, ആമേൻ, കിട്ടിയ മിനിസ്ട്രിയുടെ ഓഫറിംഗ് എല്ലാം തന്റെ കയ്യിലാണ്. പലപ്പോഴും അതിൽ നിന്ന് തന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തു വന്നു. ദൈവമക്കളെ സൂക്ഷിക്കണം, ലോകത്തിൽ ഏറ്റവും വേസ്റ്റ് സാധനമാണ് പണം. അതിനർത്ഥം പണമില്ലാതെ നമുക്ക് എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പണം ആവശ്യമുള്ളിടത്ത് ആവശ്യമാണ്. എന്നാൽ ഓർത്തുകൊള്ളണം, അത് നമ്മുടെ ജീവനും ഭക്തിക്ക് ആവശ്യമുള്ളതാണ് നൽകുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളണം. സ്തോത്രം. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി. ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് അന്ത്യകാലത്ത് അവർ നിങ്ങളെ വാണിഭമാക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കുഞ്ഞുങ്ങളെ സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളു. സ്തോത്രം. കർത്താവ് പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴ വാതിലൂടെ കടക്കുന്നത് എളുപ്പം. ആണ് നമ്മൾ മനസ്സിലാക്കണം. ദ്രവ്യത്തിന്റെ ഭ്രാന്ത് കയറിക്കഴിഞ്ഞാൽ വിശ്വാസമോ ദൈവിക വിഷയമോ ഉപദേശമോ വചനമോ ഒന്നും ആളുകൾ നോക്കത്തില്ല. ദൈവമക്കളെ, അതുകൊണ്ട് ദൈവഹിതമില്ലാത്ത ഒരു പെനി പോലും നിങ്ങളുടെ കയ്യിൽ വരാതെ ഇരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് നിങ്ങളെ നശിപ്പിച്ചു കളയാൻ സാധ്യതയുള്ള ഒരു നന്മകളും ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും പറയാറുണ്ട്, മക്കളെ, ദൈവം തരാത്ത സ്വസ്ഥതയില്ലാത്ത സ്വത്തിനേക്കാൾ സമാധാനമുള്ള ഞെരുക്കമാണ് നമുക്ക് നല്ലത്. സ്തോത്രം. ദൈവഹിതമില്ലാത്തതൊന്നും നമുക്ക് നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല. യൂദായെ വിശ്വസ്തനെണ്ണി തമ്പുരാനാക്കി അവൻ അവിശ്വസ്തത കാണിച്ചു. അവസാനം പൊന്മട്ടയിടുന്ന താറാവിനെ കൊല്ലാൻ ശ്രമം നടത്തിയ പോലെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു താറാവ് പൊന്മട്ടയിടും. ഒടുവിൽ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ 30 ദിവസത്തേക്ക് എനിക്ക് 30 പൊന്മട്ടയാ കിട്ടിയ, അപ്പൊ ഇതിന്റെ വയറ്റിനകത്ത് ഇങ്ങനെ ഞാനെന്തിനെ ഡിലേ ആക്കുന്നത്, ഇതിനെ കീറിയാൽ മുഴുവൻ മുട്ടയും എടുക്കാന്ന് വിചാരിച്ചു. ഇതുപോലെ ആകരുത് നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും സാത്താൻ യൂദായുടെ ഉള്ളിൽ ഒറ്റിക്കൊടുക്കുവാൻ ഹൃദയത്തിൽ പ്രവേശിച്ചു. യോഹന്നാൻ 13:2 ഒന്ന് വായിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? അത്താഴ സമയമായപ്പോൾ അതേ ഇസ്കറിയാത്ത യൂദാവിനെ സാത്താൻ തോന്നിപ്പിച്ച് എന്ത് ചെയ്തു? അവനെ ഒറ്റിക്കൊടുക്കേണ്ടതിന് വേണ്ടി മനസ്സിൽ തോന്നിപ്പിച്ചു. സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഹിതത്തിനും പദ്ധതിക്കും വേണ്ടി നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ നാം സാത്താന്റെ ആഴങ്ങൾ മനസ്സിലാക്കി മുന്നേറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കാണുന്നത് സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ആളുകളെ നമ്മൾ വായിക്കുന്നു. സോ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. ചില സന്ദർഭങ്ങളിൽ സാത്താൻ കുറ്റം വിധിച്ചെന്ന് വരും. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മഹാപുരോഹിതനായ യോശുവയുടെ ചുറ്റും സാത്താൻ നിന്ന് കുറ്റം ചുമത്തുക. കാര്യം എന്താ? തന്റെ കുപ്പായത്തിൽ ഇച്ചിരി ചള്ള പറ്റിയിരിക്കുകയാണ്.
അപ്പൊ ചെറിയ കാര്യത്തെ പോലും വിമർശിക്കാൻ, ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാത്താൻ ശ്രമം നടത്തുന്നത് കാണാൻ. ഇയ്യോബിന്റെ നന്മകളും അവന്റെ വളർച്ചയും അഭിവൃദ്ധിയെല്ലാം കണ്ടിട്ട് സാത്താനെ പിടിച്ചില്ല. സാത്താൻ പറയുകയാണ്, അതെ, നീ അവനുള്ളതൊക്കെയും ഒന്ന് തൊട്ടു നോക്ക്. ഇയ്യോബ് 1:11 വാക്യം, എല്ലാം ഒന്ന് തൊട്ടു നോക്ക്, അപ്പോൾ അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് പറഞ്ഞ ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് ഒരു ദൈവത്തിൽ കർത്താവിനെ സേവിക്കുന്നതെന്ന് വരുത്തി വയ്ക്കുവാൻ ഇയ്യോബ് ദൈവത്തെ സേവിക്കുന്നത് മെറ്റീരിയലൈസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വരുത്താനായിട്ട് സാത്താൻ ശ്രമം നടത്തുമ്പോൾ തമ്പുരാൻ പറയുന്നു, എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ ഭക്തനാരുമില്ല, നേരുള്ളവനില്ല, നിഷ്കളങ്കനില്ല, യഹോവാ ഭക്തനില്ല, ദോഷം വിട്ടകലുന്നവനില്ല. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച് പറയേണ്ട സാക്ഷ്യം ഇതാണ്. കർത്താവിന്റെ സാക്ഷ്യം മാത്രമേ സത്യമായിരിക്കുള്ളൂ, ഒറിജിനൽ ആയിരിക്കുള്ളൂ. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ഭൗതികമെല്ലാം തകർന്നു, തലമുറയെല്ലാം തകർന്നിട്ടും സാത്താന് കൊതി തീർന്നില്ല. ഇയ്യോബ് 2-5 വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? നിന്റെ കൈ ഒന്ന് നീട്ടി അവന്റെ ശരീരത്തിലെല്ലാം ഒന്ന് തൊട്. എന്താ പറയുന്നത്? തൊക്കിന് പകരം തൊക്ക്, പല്ലിന് പകരം പല്ല്. ഇതെല്ലാം അവനെ നീ ഒന്ന് തൊട്ടു നോക്കിക്കേ, അവന്റെ ശരീരത്തെ ഒന്ന് തൊട്ടു നോക്കിക്കേ, അപ്പോൾ അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ വല്ലാത്ത, അതേ, ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സഹോദരങ്ങളെ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ സാത്താന്റെ തന്ത്രങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിപ്പാനിടയായി തീർന്നു. ഒന്ന് ഡിസൊബീഡിയൻസ് ആണ്. ഉൽപ്പത്തി പുസ്തകം 3-4-5 വാക്യങ്ങൾ കുറിച്ചു വെക്കണം. 2 കുറ്റം ചുമത്തലാണ്. കുറ്റം ചുമത്തുക. ഇയ്യോബ് 1-9-11 വരെയുള്ള വാക്യങ്ങൾ. 3 വല്ലാത്ത രോഗങ്ങളാൽ ബാധിക്കുക. ഇയ്യോബിന്റെ പുസ്തകം 2:7. മറ്റൊന്ന് നീതിമാന്മാരെ കുറ്റം വിധിക്കുക. സക്കരിയ 3:1. മറ്റൊന്ന് ദൈവത്തിന്റെ വിത്ത് ഉള്ളിൽ നിന്ന് എടുത്തു കളയുക. മത്തായി 13:19. അടുത്തത് ഉള്ളിൽ കള വിതയ്ക്കുക. മത്തായി 13:38-39 വാക്യങ്ങൾ. ശരീരാത്മദേഹികളോട് പോരാടുക എന്നുള്ളത് മറ്റൊരു തന്ത്രമാണ്. ലൂക്കോസ് 9-42 വാക്യം. ശാരീരികമായി ബന്ധിക്കാൻ ശ്രമിക്കുക. ലൂക്കോസ് 13:16. പിന്നെ ഉള്ളിൽ മോഹം ജനിപ്പിക്കുക, ഭോഷ്ക് പറയാൻ പ്രേരിപ്പിക്കുക. ഉള്ളിൽ മോഹം ഉണ്ടാക്കുക, ഭോഷ്ക് പറയാൻ പ്രേരിപ്പിക്കുക. യോഹന്നാൻ 8:44. അതിൽ ഒരു വേദഭാഗം നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം, അതിന്റെ 42-ാമത്തെ വാക്യം. യെസ്, 39 മുതൽ വായിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. 9-ാം അധ്യായം 39 മുതൽ. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു, അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. നിങ്ങൾ ആ പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോ? അവനെ പൊടുന്നനവെ നിലവിളിപ്പിക്കുന്നു, അവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. നോക്കുക, നിലവിളിയുടെ അനുഭവം പിടപ്പിക്കുകയാണ്. പിന്നെന്താണ്? ഞെരിക്കുകയാണ്. അപ്പൊ ഫിസിക്കലായിട്ട്, മെന്റലായിട്ട് എന്ത് ചെയ്യാണ്? ടോർച്ചർ ചെയ്യുന്ന സ്പിരിറ്റ്. ദൈവത്തിന് സ്തോത്രം. കൃപാവരം പ്രാപിച്ചവരാണ് അപ്പോസ്തലന്മാരെല്ലാവരും. കർത്താവ് അധികാരം കൊടുത്തതാണ്. അവരുടെ ശുശ്രൂഷയുടെ റിപ്പോർട്ട് കർത്താവിന് ഒരിക്കൽ സബ്മിറ്റ് ചെയ്തതാണ്. സാത്താൻ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു വന്നു. കർത്താവ് പറഞ്ഞു, മിന്നൽ പോലെ അവൻ താഴെ വീഴുന്ന ഞാൻ കണ്ടു. പക്ഷെ ഇപ്പൊ അവിടെ സാധിക്കുന്നില്ല. എന്താ കാര്യം? കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നതിന് വിരോധമായി നിൽക്കുന്ന തടസ്സങ്ങൾ: 1 അവിശ്വാസം, 2 ഹൃദയ കാഠിന്യമാണ്. നിങ്ങളിൽ
ദൈവത്തിന്റെ വരങ്ങളുണ്ടെങ്കിലും അത് എക്സസൈസ് ചെയ്യണമെങ്കിൽ ഇത് നമ്മളെ വിട്ടുമാറണം. കർത്താവ് പറയുന്ന അവിശ്വാസം കൂട്ടമുള്ള തലമുറ എന്ന് കർത്താവ് ശിഷ്യന്മാരെയാണ് വിളിക്കുന്നത്. നിന്റെ ശിഷ്യന്മാരെ ആയിരിക്കും കൊണ്ടുവന്നത്, പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല മാറ്റാൻ. നിനക്ക് പറ്റുമോ? ഇപ്പൊ സാത്താൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അനാവശ്യമായി നിലവിളിപ്പിക്കുക, പിടപ്പിക്കുക, ഞെരിക്കുക. നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒക്കെ സാത്താന്യ തന്ത്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആത്മീയമായി അതിനെ വിവേചിച്ചറിയുവാനായിട്ട് വിശേഷാൽ നമ്മൾ ശ്രമം നടത്തണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് സാത്താന്റെ തന്ത്രങ്ങളാണ്. 1 അനുസരണക്കേട്, 2 കുറ്റം ചുമത്തൽ, 3 വല്ലാത്ത രോഗങ്ങളാൽ അതെ ബാധിക്കുക, പരീക്ഷിക്കുക, 4 നീതിമാന്മാരെ കുറ്റം ചുമത്തുക, 5 ദൈവത്തിന്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമം നടത്തുക, 6 കള വിതയ്ക്കുക, 7 ശരീരാത്മ ദൈവങ്ങളെ എന്ത് ചെയ്യുക, ഭാരപ്പെടുത്തുക, 9 മോഹമുണ്ടാക്കാൻ ശ്രമിക്കുക, പിന്നെ അത് ഫോഷ്ക്ക് പറയാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു തന്ത്രം ദാമ്പത്തിക ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ശ്രമമാണ്. ആത്മീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ സാത്താൻ കുടുംബജീവിതത്തിൽ ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് മാറിയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. 1 കൊരിന്തി 7-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടുകൂടി അല്ലാതെ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. ചിലരുടെ ജീവിതത്തിൽ വരുന്ന തോന്നൽ എന്താണ്? ആത്മീയമായിട്ട് മുന്നേറുമ്പോൾ ശാരീരിക ബന്ധങ്ങൾ, കുടുംബജീവിതത്തിൽ ദൈവം എന്തിനാണ് കുടുംബജീവിതം തന്നത്? 1 വിശുദ്ധ സന്തതികൾ ഉണ്ടാകാൻ, 2 മനുഷ്യന്റെ വിചാര വികാരങ്ങളൊക്കെയും ഒരു വിശുദ്ധമായ വഴിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ ദൈവം വെച്ചിരിക്കുന്നതാണ് ശാരീരിക ബന്ധം. ചില ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? അതെ, ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ആത്മീയമായിട്ട് വളരാൻ കഴിയത്തില്ല. നമ്മൾ വായിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം ദൈവത്തോട് കൂടെ നടന്നത് ഹാനോക്കാണ്. എത്ര വർഷം? 300 വർഷം ദൈവത്തോടു കൂടെ നടക്കുകയും പിന്നീട് നമ്മൾ വായിക്കുന്നത് എന്താ? പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തുവെന്നാണ്. അപ്പോൾ ജീവിതത്തിൽ അവരവരുടെ ജീവിതത്തിൽ ഉള്ളതായ കടപ്പാടുകൾ, സ്ത്രീ പുരുഷന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ കടപ്പാടുകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്ത്രീയുടെ മേൽ പുരുഷന് മാത്രമാണ് അധികാരം, അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്ക് മാത്രമാണ് അവകാശം. അതുകൊണ്ട് പരസ്പര സമ്മതമില്ലാതെ നിങ്ങൾ മാറിയിരിക്കരുതെന്ന് തിരുവചനം വളരെ കർക്കശമായി പറയുന്നു. അത് മനസ്സകലുമ്പോൾ ശരീരമകലും, ശരീരമകലുമ്പോൾ അതേ പൂർണ്ണമായി ഹൃദയമകലും, പിന്നീടെയാണ് കിടപ്പുറ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എത്രയോ നല്ല ആത്മീയരായി ദൈവം ഉപയോഗിച്ച് എത്രയോ ആളുകളിൽ തെറ്റായ ചിന്താഗതികൾ നിമിത്തം ഡിവോഴ്സിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബ ജീവിതം ദൈവം നൽകിയിരിക്കുന്നതാണ്. അത് പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും ജീവിത പങ്കാളികളുടെ ആവശ്യങ്ങളെ പരസ്പരം മനസ്സിലാക്കി അവരവരുടെ ഇഷ്ടങ്ങളും വികാരങ്ങളും ഒക്കെയും അത് ശരിയായ പാതയിലേക്ക് നയിക്കുവാനായി ദൈവവചനം പറയുന്നത് നിങ്ങൾ പിരിഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ കുടുംബജീവിതത്തിൽ സാത്താൻ ഇടർച്ച ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയും പരസ്പരം മനസ്സിലാക്കി മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സ്വയം നശിപ്പിക്കുവാൻ സാധ്യതയുള്ള സാത്താന്യ തന്ത്രങ്ങൾ തിരിച്ചറിയുക. ഒരിക്കൽ ഒരു പ്രവാചകൻ ഒരു സഹോദരിയോട് പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് എന്നോട് പറഞ്ഞത്: നിന്റെ ആത്മീയ ജീവിതത്തിന് തകർച്ചയ്ക്ക് കാരണം നിന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരുമിച്ച് കിടക്കണ്ട, 2 മുറിയിൽ കിടന്നാൽ മതി. ആ പാവപ്പെട്ടവൾ അത് ഏറ്റെടുത്തു. ജീവിതം പ്രശ്നത്തിലേക്ക് പോയി. പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേന് തൻ്റെ ഭാര്യയിൽ തനിക്ക് സംശയം തോന്നാനിടയായി. വിശ്വസ്തയോട് ജീവിച്ച കുടുംബമാണ്. അവര് നല്ലവണ്ണം ദൈവകരങ്ങളിൽ ശോഭിക്കപ്പെട്ടവരാണ്. അതേ തുടർന്ന് പുള്ളിക്കാരൻ മാനസികമായി തകരാനിടയായി. തന്നെ ദൈവത്തിൽ നിന്ന് വലിച്ചു മാറ്റാനിടയായി. പെതുക്കെ ദൈവത്തിൽ നിന്ന് അകന്ന്, പ്രാർത്ഥന മുടങ്ങി, കൂട്ടായ്മ മുടങ്ങി, ദൈവത്തിൽ നിന്ന് അകന്ന് തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടിയിലേക്ക് പിശാച് നയിപ്പാനിടയായി. സഹോദരങ്ങളെ, ജീവിത പങ്കാളികൾ തമ്മിലുള്ളതായ
ദാമ്പത്തിക ബന്ധത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധ്യതയുള്ള സന്ദേശങ്ങൾ, നിങ്ങളുടെ കുടുംബജീവിതത്തെ പിളർത്തുന്ന ദൂതുകൾ, അങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കണ്ടെടുത്ത് നിന്ന് നിങ്ങളെ അകറ്റുന്ന സന്ദേശങ്ങൾ, ജീവിത പങ്കാളിക്കെതിരായുള്ള മെസ്സേജുകൾ കേൾക്കുമ്പോൾ ഇഗ്നോർ ചെയ്ത് കളയണം. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ക്രിസ്തുവിൽ അറിയാൻ ശ്രമിക്കുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, പരസ്പരം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. വിജയകരമായി ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രമിക്കുമ്പോൾ തന്നെ നമ്മെ നശിപ്പിക്കുവാൻ സാത്താൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ള തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ബെൻസിന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോനെ? ഓഫീസിലാണല്ലോ, പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഓക്കെ, പ്രൈസ് ഗോഡ്. ലവ്ലി സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ, സാബു ആശീർവാദം പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങള് നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ, നിന്റെ അഭിഷേകത്തിനെ കർത്താവ് ഉപയോഗിച്ച വിധങ്ങൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ. പിശാചിന്റെ തന്ത്രങ്ങളോട് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവെ വചനത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ് കർത്താവെ അതിനെ എതിർത്ത് നിൽപ്പാനായിട്ട്, ദൈവത്തിന് കീഴടങ്ങിയിരിക്കാനായിട്ട് കർത്താവെ, ഹല്ലേലൂയ, അങ്ങ് കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, എല്ലാ വചനത്തിലും കൂടെ കർത്താവെ ഞങ്ങളത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും, ഓരോ സാഹചര്യങ്ങളിലും, കുടുംബജീവിതത്തിലും കർത്താവെ എല്ലാ മേഖലകളിലും കർത്താവെ എതിർത്ത് നിൽക്കുവാൻ വചനത്തിലൂടെ തന്ന ഉൾക്കാഴ്ചയ്ക്കായിട്ട്, കാഴ്ചപ്പാടിനായിട്ട്, തിരിച്ചറിവിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഈ വചനത്തിൽ നിലനിൽക്കുവാൻ വരും ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രായോഗിക മിനിസ്ട്രിയിൽ കർത്താവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലെല്ലാം പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരിശുദ്ധാത്മാവ് തന്നെ പൊരുൾ തിരിച്ചു തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവെ, അത് 100, 30, 60, 100 മേനി ഫലം കായ്ച്ച് കർത്താവെ അങ്ങയുടെ നാമത്തിന്റെ വിസ്തൃതിക്കകത്ത് ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഭിഷേകത്തിനെയും കുടുംബത്തെയും വീണ്ടും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, സൂമിലായിരിക്കുന്ന ഓരോരുത്തരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഇന്ന് അവിടുത്തെ സന്നിധിയിൽ തന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ കർത്താവെ അങ്ങയുടെ വിടുതലുകളും സൗഖ്യങ്ങളും മുഖാന്തരങ്ങളും എല്ലാ ജയങ്ങളും ഞങ്ങൾ കേൾക്കുവാൻ, വലിയ സാക്ഷ്യങ്ങൾ ഈ നാളുകളിൽ കേൾക്കുവാൻ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാം എൻ്റെ കർത്താവ് സഹായിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Amen. 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 Praise God. Thank you very much.